ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ ഓണം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മലയാളം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് കേരള പാഠാവലിയുടെ നിങ്ങളുടെ ഓണം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നിർദ്ദേശം ഒന്ന് നോക്കാം. താഴെ കൊടുത്തിട്ടുള്ള 6 പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തെ പ്രവർത്തനത്തിന് നിർബന്ധമായും ഉത്തരം എഴുതണം. ദെൻ 2 മുതൽ 6 വരെ പ്രവർത്തനങ്ങളിൽ 4 പ്രവർത്തനങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായി നോക്കിയാലോ. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം. ഖണ്ഡിക വായിച്ച ചോദ്യങ്ങൾക്ക് ഏറ്റവും യോജിച്ച ഉത്തരം കണ്ടെത്തി എഴുതൂ. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. ഒരുപാട് സസ്യജന്തുവർഗ്ഗങ്ങൾ പരസ്പര ആശ്രയത്തോടെ കഴിയുന്നതും ഇവയുടെ എല്ലാം നിലനിൽപ്പിന് അനുകൂല സാഹചര്യമുള്ളതുമായ ഭൂമിയിലെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥയാണ് വനങ്ങൾ. ജൈവ വൈവിധ്യത്തിൻ്റെ കലവറകളായ വനങ്ങൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. കാലാവസ്ഥാ വ്യതിയാനം തടയുന്നതിലും പ്രകൃതിയുടെ ഓക്സിജൻ സിലിണ്ടറുകളായ മഴക്കാടുകളെ ഭൂമിയുടെ ശ്വാസകോശം എന്നും വിളിക്കാറുണ്ട്. വനങ്ങൾ വൻതോതിൽ നശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 50 വർഷം മുമ്പ് ഭൂമിയിലുണ്ടായിരുന്നതിൻ്റെ പകുതിയോളം കാടുകൾ പോലും ഇന്ന് ലോകത്ത് അവശേഷിക്കുന്നില്ല. വനശോഷണത്തെക്കുറിച്ചുള്ള അവബോധം ലോക ജനതയെ ഓർമ്മപ്പെടുത്താനാണ് വനദിനം ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത്. 2012 നവംബറിൽ ചേർന്ന യോഗത്തിൽ മാർച്ച് 21 ലോക വനദിനമായി കൊണ്ടാടാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചു. ഒരു രാജ്യത്തിൻ്റെ 1/3 ഭൂപ്രദേശം വനഭൂമിയാകണമെന്നതാണ് ശാസ്ത്രീയമായ കണക്ക്. എന്നാൽ ഇത് പല രാജ്യങ്ങളിലും പാലിക്കപ്പെടുന്നില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള രാജ്യം റഷ്യയാണ്. വനങ്ങളെ അവയുടെ വൃക്ഷ സാന്നിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാറുണ്ട്. 70% കൂടുതൽ വൃക്ഷങ്ങൾ നിറഞ്ഞതാണ് നിബിഡ വനം. ഓക്കെ, ഇനി നമുക്ക് ഖണ്ഡികയെ ആശ്രിതമായിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. ഭൂമിയിലെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥ എന്നറിയപ്പെടുന്നത് നമ്മളിപ്പോൾ വായിച്ചു എന്താണ്? അതെ, വനങ്ങളാണല്ലേ. ആൻസർ എന്താണ്? വനങ്ങൾ. ദെൻ ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് നമുക്കറിയാം എന്താണ്? അതെ, മഴക്കാടുകളാണല്ലേ. ഓക്കെ, ദെൻ വനശോഷണത്തെക്കുറിച്ചുള്ള അവബോധം ലോക ജനതയെ ഓർമ്മപ്പെടുത്താൻ ആചരിക്കുന്നത് എന്താണ്? വനദിനമാണ്. ആൻസർ എന്താണ്? വനദിനം. ദെൻ ലോകത്ത് ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള രാജ്യം ഏതാണ്? അതെ, റഷ്യയാണ്. ലോക വനദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാ ദിവസമാണ് കൂട്ടുകാരെ? യെസ്, മാർച്ച് 21 ആൻസർ എന്താണ്? മാർച്ച് 21. ഓക്കെ, എന്നാൽ നമുക്ക് പ്രവർത്തനം 2 നോക്കാം. എത്ര വാഴ്ത്തിയാലും മതിയാവാത്ത ഒരു വിസ്മയ ദൃശ്യമാണത്. മൂന്നാറിലെ മലനിരകൾ മുഴുവൻ ഒരു പൂങ്കടൽ. കാറ്റ് വീശുമ്പോൾ തിരയടിച്ചിളകുന്ന പോലെ അവ ഒന്നിച്ച് നൃത്തം വയ്ക്കുന്നു. ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം. ആ ഭാഗത്ത് എടുത്താണ് നമ്മൾ പഠിച്ച ചാപ്റ്ററിൽ നിന്നുള്ളൊരു ഭാഗമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. ദെൻ എ ക്വസ്റ്റ്യൻ എന്താണ്? ഇതുപോലെ വിസ്മയിപ്പിക്കുന്ന മറക്കാനാവാത്ത കാഴ്ചകൾ നിങ്ങളും കണ്ടിട്ടുണ്ടാവില്ലേ? നിങ്ങൾ കണ്ടൊരു കാഴ്ചയെക്കുറിച്ച് സുഹൃത്തിന് കത്ത് തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. കത്ത് തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? സ്ഥലം എഴുതണം. ദെൻ തീയതി അല്ലേ. പ്രിയപ്പെട്ട ചാരു, നമ്മൾ ഫ്രണ്ടിന് എഴുതുന്ന കത്തല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? പ്രിയപ്പെട്ട ചാരു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങൾ വിനോദയാത്ര പോയി വിശേഷങ്ങൾ കത്തിലൂടെ വായിച്ചു. സന്തോഷം തോന്നി. അടുത്ത കാലത്ത് ഞങ്ങളും ഒരു യാത്ര പോയി. കോട്ടയം ജില്ലയിലെ കൊല്ലാട് എന്ന സ്ഥലത്തെ ആമ്പൽപ്പൂ വസന്തം കാണാനായിരുന്നു ആ യാത്ര. പത്രങ്ങളിൽ നിറഞ്ഞ വാർത്ത വായിച്ചപ്പോൾ ആ മനോഹര കാഴ്ച ഒന്ന് നേരിൽ കാണണമെന്ന് ആഗ്രഹം തോന്നി. ഞാനും അമ്മയും അച്ഛനും അനുജനും കൂടിയാണ് പോയത്. കണ്ണെത്താ ദൂരം പരന്നു കിടക്കുന്ന പാടശേഖരം നിറയെ ചുവന്ന പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ് ആമ്പലുകൾ പാടത്ത് വസന്തം തീർക്കുന്നത്. ഞങ്ങൾ വൈകുന്നേരമാണ് പാടത്തെത്തിയത്. ചുവന്നു കിടക്കുന്ന ആകാശത്തിനു കീഴെ ചുവന്ന പൂക്കൾ നിറഞ്ഞ പാടവും കൂടി കണ്ടപ്പോൾ എന്തൊരു ഭംഗിയായിരുന്നെന്നോ. ഒരു കാറ്റ് വരുമ്പോൾ ചുവന്ന ഓളങ്ങൾ തീർത്തുകൊണ്ട് ആമ്പൽ പൂക്കൾ ഇളകിയാടും. എത്രമാത്രം ആളുകളാണെന്നോ ഈ കാഴ്ച കാണാനായി ഇവിടേക്ക് വരുന്നത്. ഒരു തവണ കണ്ട ആർക്കും മറക്കാനാവാത്ത കാഴ്ചയാണിത്. ഒരു ദിവസം നീയും വരണം ഈ കാഴ്ച കാണാൻ. സ്നേഹപൂർവ്വം, മാളു. അപ്പം കൂട്ടുകാരെ എന്ത് ചെയ്യുക? സ്നേഹപൂർവ്വം എന്നുള്ളിടത്ത് നിങ്ങളുടെ പേര് എഴുതുക. നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേര് എഴുതി ഇതുപോലൊരു കത്ത് തയ്യാറാക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇനിയൊരു 12 കാലം കഴിയണം, അതുവരെ നീണ്ട തപസ്സിലാണ്. ഇവിടെ സൂചിപ്പിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ദേശാടന പക്ഷികൾ, മാമാങ്കം, കുറിഞ്ഞിച്ചെടികൾ, ആറ്റുവഞ്ചികൾ. ആൻസർ എന്താണ്? അതെ, കുറിഞ്ഞിച്ചെടികളാണല്ലേ. ആൻസർ കുറിഞ്ഞിച്ചെടികൾ.
പ്രവർത്തനം 3 നോക്കാം. വിശകലനക്കുറിപ്പ്. വനനിഗൂഢതകളുടെ ആഴം തിരിച്ചറിയാനാകാതെ ഞാൻ ആ കയത്തിൽ മുങ്ങിപ്പോയി. എനിക്കതിൽ നിന്ന് കരകയറണമെന്ന ആഗ്രഹം ലവലേശമില്ലായിരുന്നു. പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ കാടിന് നടുവിലെത്തിയ ലേഖകനെ അത്രയേറെ ആകർഷിച്ചത് എന്ത് അനുഭവമാണ് ഉണ്ടായത്? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അതായത് വിശകലനക്കുറിപ്പാണല്ലേ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. മഴക്കാടിൻ്റെ മധ്യഭാഗത്തെത്തിയപ്പോൾ പൂമ്പാറ്റക്കൂട്ടം ലേഖകനെയും കൂട്ടുകാരെയും പൊതിഞ്ഞു. ലേഖകൻ അവയുടെ സാന്നിധ്യം ആസ്വദിച്ചു നിൽക്കുകയാണ്. തൻ്റെ സങ്കല്പത്തിനു മേലെ ആ പൂമ്പാറ്റക്കൂട്ടം ചിറകുവിരിച്ച് നൃത്തം ചെയ്തതായാണ് അദ്ദേഹം പറയുന്നത്. കാട്ടുപൂക്കളുടെ വർണ്ണവും സുഗന്ധവുമുള്ള പൂമ്പാറ്റകളായിരുന്നു അവ. ബാല്യകാല സ്വപ്നങ്ങളിലേക്ക് അവ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി. പൂമ്പാറ്റകൾക്കൊപ്പം പറന്നുയരുന്നതായി അദ്ദേഹത്തിന് തോന്നി. ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾക്കൊപ്പം യാത്രികനും ഒരു കുഞ്ഞു പൂമ്പാറ്റയായി. അവയുടെ മൃദുലമായ ചിറകുകൾ അദ്ദേഹത്തിൻ്റെ മുഖത്തും ശരീരത്തിലുമൊക്കെ ഉരുമി തഴുകി നടന്നു. ആഴം തിരിച്ചറിയാനാകാത്ത ഒരു കയത്തിൽ മുങ്ങിപ്പോയ പ്രതീതിയാണ് അദ്ദേഹത്തിന് ഈ സമയത്തുണ്ടായത്. വനനിഗൂഢതകൾ ആസ്വദിച്ചിരുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് അതിൽ നിന്ന് കരകയറണമെന്ന ആഗ്രഹം ഇല്ലായിരുന്നു. അപ്പം കൂട്ടുകാരും എന്ത് ചെയ്യുക? ഇതുപോലൊരു വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ദെൻ പ്രവർത്തനം 4 എന്താണ്? കഥാപാത്ര നിരൂപണമാണല്ലേ. പക്ഷി മൃഗാദികളോട് സ്നേഹം. സൂക്ഷ്മ നിരീക്ഷണ പാടവം. ജീവജാലങ്ങളെ ഉപദ്രവിക്കുന്നതിനോടും കൂട്ടിലടയ്ക്കുന്നതിനോടും എതിർപ്പ്. ആരെക്കുറിച്ചാണ് കൊടുത്തിട്ടുള്ളത് കൂട്ടുകാരെ? പിക്ലു ആണല്ലേ. ഓക്കെ, ഇതേ എന്താണ് പറഞ്ഞിട്ടുള്ളത്? മനസ്സിലെ കിളി എന്ന പാഠഭാഗത്തെ പിക്ലുവിനെ ഓർമ്മയില്ലേ? തന്നിരിക്കുന്ന സൂചനകളും മറ്റ് വിവരങ്ങളും കൂടി ഉൾപ്പെടുത്തി ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അപ്പോൾ ആരെക്കുറിച്ചാണ്? പിക്ലുവിനെ കുറിച്ചല്ലേ. നമുക്ക് എഴുതാം. മനസ്സിലെ കിളി എന്ന കഥയിലെ കഥാപാത്രമാണ്, പ്രധാന കഥാപാത്രമാണ് ആര്? പിക്ലോ. ഓക്കെ, അവിടെ എഴുതേണ്ടത് പിക്ലോ. ദെൻ പക്ഷികളെ അവൻ അതിയായി സ്നേഹിച്ചിരുന്നു. പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങളോടും സ്നേഹത്തോടെയും കാരുണ്യത്തോടെയുമാണ് അവൻ പെരുമാറുന്നത്. പക്ഷികളുടെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്ന അവൻ എന്നും രാവിലെ നേരത്തെ ഉണർന്ന് പൂന്തോട്ടത്തിലെത്തി കിളികളെ നിരീക്ഷിക്കും. കിളികളും മറ്റ് ജീവജാലങ്ങളും അവനെ സന്തോഷത്തോടെ എതിരേൽക്കുമായിരുന്നു. കിളികളെ കൂട്ടിലടച്ച് വളർത്തുന്നതിനോട് പിക്ലുവിന് എതിർപ്പായിരുന്നു. പിക്ലുവിൻ്റെ ചേട്ടനായ ടോട്ട് ഒരിക്കൽ ഒരു മൈനയെ പിടിച്ച് കൂട്ടിലടച്ചു. പിറ്റേന്ന് ഉറക്കമുണർന്ന് പക്ഷികളുടെ സ്വരം കേൾക്കാനിറങ്ങിയ പിക്ലു കേട്ടത് ഒരു മൈനയുടെ ദീനരോദനമാണ്. കാലിൽ ചങ്ങല കെട്ടി കൂട്ടിയിട്ട മൈനയെ അവൻ മോചിപ്പിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു. പറന്നുപോയ മൈന അമ്മയെ കണ്ടെത്തുമോ വീട്ടിലെത്തുമോ എന്നെല്ലാം ഓർത്ത് ദുഃഖിതനായിരുന്നു പിക്ലു. പിറ്റേന്ന് അതിനെ അമ്മയോടൊപ്പം കണ്ടപ്പോഴാണ് അവന് സന്തോഷമായത്. പ്രകൃതിയിലെ ജീവജാലങ്ങളെല്ലാം അവയുടെ തനതായ ഇടങ്ങളിലാണ് ജീവിക്കേണ്ടതെന്നും അവയെ കൂട്ടിലടയ്ക്കുന്നത് സ്വാതന്ത്ര്യ നിഷേധമാണെന്നും തിരിച്ചറിയുന്ന കുട്ടിയാണ് പിക്ലു. അപ്പോൾ കൂട്ടുകാരൻ എന്ത് ചെയ്യുക? പിക്ലുവിനെ കുറിച്ചതുപോലൊരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ഓക്കെ, ഇതിന് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. മനസ്സിലെ എന്താണ്? പൂമരക്കൊമ്പ് എന്ന പദം വികസിപ്പിച്ചാൽ എങ്ങനെയായിരിക്കും? പൂമരത്തിലെ കൊമ്പ്, പൂമരത്തിൻ്റെ കൊമ്പ്, കൊമ്പുള്ള പൂമരം, പൂമരമാകുന്ന കൊമ്പ്. എന്തായിരിക്കും കൂട്ടുകാരെ? അതെ, പൂമരത്തിൻ്റെ കൊമ്പാണല്ലേ. ആൻസർ എന്താണ്? പൂമരത്തിൻ്റെ കൊമ്പ്. ദെൻ പ്രവർത്തനം 5 ഡയറിക്കുറിപ്പ്. പ്രകൃതിയിലെ സുന്ദര ദൃശ്യങ്ങൾ പലതാണെങ്കിലും ഏതെങ്കിലും ഒരു സുന്ദര ദൃശ്യം ആസ്വദിച്ച ദിവസം നിങ്ങൾ ഡയറിയിൽ എഴുതാനിടയുള്ള കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്? ഡയറി കുറിപ്പാണല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡയറി കുറിപ്പ് എഴുതുമ്പോൾ തീയതി എഴുതണം. ദെൻ നമുക്ക് എഴുതാം. അമ്മയുടെ നാടായ തെളിക്കാട് ഗ്രാമത്തിലാണ് ഇന്ന് വീടിൻ്റെ പിന്നിലായി വീടിൻ്റെ പിന്നിലായിട്ട് എന്തുണ്ട്? മനോഹരമായൊരു കുന്നുണ്ട്. നെല്ലിക്കുന്ന് എന്നാണ് ഈ കുന്നിൻ്റെ പേര്. ഇന്ന് ഞാൻ അവിടെ പോയി. കുന്നിൻ മുകളിൽ കയറിയാൽ താഴെ പച്ച പുതച്ച നെൽപ്പാടങ്ങൾ കാണാം. വെള്ളിക്കൊലുസ് പോലെ പുഴയൊഴുകുന്ന മനോഹര കാഴ്ച ഞാൻ ആദ്യമായാണ് കാണുന്നത്. കുന്നിൻ മുകളിലായി ചെറിയ പൊന്തക്കാടുകളുണ്ട്. അവിടെ ഞാനൊരു കിളിക്കൂട് കണ്ടു. കൂട്ടിൽ കിളിക്കുഞ്ഞുങ്ങൾ ഉറക്കമായിരുന്നു. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ധാരാളം പൂക്കളും ആ കുന്നിൻ പുറത്തുണ്ട്. കാറ്റിന് പോലും ഒരു സുഗന്ധം ഉള്ളതുപോലെ എനിക്ക് തോന്നി. ഇലഞ്ഞിപ്പൂവിൻ്റെയും പാലപ്പൂവിൻ്റെയും എല്ലാം മണം ഞാൻ ആസ്വദിച്ചു. അങ്ങനെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു എന്ന്. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? ഇതുപോലൊരു ഡയറി കുറിപ്പ് തയ്യാറാക്കുക. ദെൻ പ്രവർത്തനം 6 എന്താണ്? ആസ്വാദനം തയ്യാറാക്കാനാണല്ലേ. താഴെ കൊടുത്തിരിക്കുന്ന കവിത വായിച്ച് ആസ്വാദനം തയ്യാറാക്കുക. ഒരു കവിതാ ഭാഗമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ വായിച്ചു നോക്കുക.
ദെൻ ജി ശങ്കരക്കുറുപ്പിൻ്റെ ഒരു കവിതയാണല്ലേ. നമുക്ക് ആസ്വാദനക്കുറിപ്പ് നോക്കിയാലോ? ഓക്കെ, നമുക്ക് എഴുതാം. മേഘങ്ങളെ സഞ്ചാരികളായി സങ്കല്പിച്ചുകൊണ്ട് ജി ശങ്കരക്കുറുപ്പ് എഴുതിയ കവിതയാണ് സഞ്ചാരികൾ. ഒരു കുട്ടി മേഘത്തോട് സംസാരിക്കുന്ന രീതിയിലാണ് ഈ കവിത രചിച്ചിരിക്കുന്നത്. നിത്യസഞ്ചാരികളാണെന്ന് മേഘങ്ങളെ കണ്ടിട്ട് തോന്നുന്നു എന്നാണ് കുട്ടി പറയുന്നത്. മേഘങ്ങൾ ആകാശത്തിൻ്റെ വളവുകൾ കയറി മറഞ്ഞു പോകുമ്പോൾ കണ്ണു ചിമ്മാതി നോക്കി നിൽക്കാറുണ്ട് കുട്ടി. അവരോടൊപ്പം സഞ്ചരിക്കാൻ കുട്ടിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ആകാശം ചുറ്റി നടന്നു കാണാൻ ഞാനും വരട്ടെ എന്ന് കുട്ടി ചോദിക്കുന്നത്. സന്ധ്യയെ ഒരു ചെടിയായി സങ്കല്പിക്കുകയാണ് കവിതയിൽ. സന്ധ്യ തളിർക്കുന്ന തടങ്ങളും നക്ഷത്രങ്ങൾ പൊന്തി വരുന്ന നീലക്കുളങ്ങളും കണ്ട് എവിടേക്കാണ് മേഘങ്ങൾ പോകുന്നതെന്നും യാത്രയിൽ ദാഹിക്കുമ്പോൾ കുടിക്കാൻ പളുങ്ക് പോലുള്ള വെള്ളം കരുതിയിട്ടില്ലേ എന്നും കുട്ടി ചോദിക്കുന്നു. മേഘങ്ങൾ ജലത്തെ വഹിക്കുന്നു എന്ന സൂചനയാണ് ഇവിടെ. കുട്ടിയുടെ ചോദ്യങ്ങൾക്ക് മേഘങ്ങൾ മറുപടി പറയുന്നില്ല. അതുകൊണ്ട് എന്നോട് മിണ്ടില്ലേ എന്നും അത്ഭുതം കൊണ്ട് ചോദിക്കുന്നതാണെന്നും കുട്ടി പറയുന്നു. അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ ആസ്വാദനക്കുറിപ്പ് എന്തായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതാണ്. അപ്പോൾ കവിത നന്നായി വായിച്ച് ഫസ്റ്റ് എന്ത് ചെയ്യുക? കവിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് 2 സെൻറ്റൻസ് എഴുതിയതിനു ശേഷം കവിതയുടെ ആശയവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികളൊക്കെ എഴുതി എന്ത് ചെയ്യുക? ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.